അപ്പൊ അതിൽ ഇപ്രാവശ്യം ഈ 2 കമ്മിറ്റികളിലും പാകിസ്ഥാനാണ് അതിന്റെ ചെയർപേഴ്സൺ സ്ഥാനം പിടിച്ചെടുക്കുക. ഇതെങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ 150 രാഷ്ട്രങ്ങൾക്കും അവരുടെ സജഷൻസ് വെക്കാം ആര് ചെയർമാൻ ആക്കണം എന്നുള്ളത്. അന്തിമമായ തീരുമാനം പെർമനന്റ് ആയിട്ടുള്ള 5 അംഗങ്ങളുടെ തീരുമാനത്തിലായിരിക്കും. അതിലൊരംഗം വീറ്റോ ചെയ്ത് കഴിഞ്ഞാൽ ആ ആളിനെ മാറ്റിയിട്ട് പുതിയൊരാളിനെ എടുക്കണം. അതാണ് യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു നടപടിക്രമം. ആ നടപടിക്രമത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ആന്റി ടെററിസ്റ്റ് അല്ലെങ്കിൽ ഭീകരവാദ വിരുദ്ധ കമ്മിറ്റിയുടെ തലപ്പത്തെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ താലിബാൻ വിരുദ്ധ കമ്മിറ്റിയുടെ തലപ്പത്തും പാകിസ്ഥാൻ തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.